അടിയുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും കോൺഗ്രസ് പാർട്ടിക്ക് ഒരേ സംസ്കാരം തന്നെയാണ്. അതെടുത്തു പറയാതിരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത്രയും നാണം കെട്ട ഒരു പാർട്ടി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ മറുപടി പറയാം. അല്ല, അങ്ങനെ ഇവിടുത്തെ പൊതുജനങ്ങൾ പറഞ്ഞാൽ അവരെ കുറ്റം പറയാനും കഴിയില്ലല്ലോ. പറഞ്ഞു വരുന്നത്, മധ്യപ്രദേശിലെ കോൺഗ്രസ് ആസ്ഥാനത്തിപ്പോൾ അടിയും തിരിച്ചടിയും അസഭ്യവർഷവുമാണ് നടക്കുന്നത്. മുതിർന്ന നേതാക്കളും മുഖ്യമന്ത്രിമാരുമായ ദിഗ്വിജയ് സിംഗിന്റെയും കമൽനാഥിന്റെയും അനുയായികളാണ് തമ്മിൽ ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത്. പാർട്ടി വക്താവ് ഷഹരിയാർ ഖാനും മധ്യപ്രദേശ് കോൺഗ്രസിന്റെ പട്ടികജാതി വിഭാഗം മുൻ അധ്യക്ഷൻ പ്രദീപ് അഹിർവാറും തമ്മിലായിരുന്നു സംഘർഷം നടന്നത്. ഇരുവരും പരസ്പരം ഏറ്റുമുട്ടുന്നതിന്റെയും അസഭ്യം പറയുന്നതിന്റെയും വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പ്രദീപിനെതിരെ ഷഹരിയാർ രൂക്ഷ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വ തീരുമാനവുമായി ബന്ധപ്പെട്ട് ദിഗ്വിജയ് സിംഗിനെ പ്രദീപ് അസഭ്യം പറഞ്ഞുവെന്നായിരുന്നു ഷഹരിയാർ ആരോപിച്ചത്. ഇരു നേതാക്കളും പരസ്പരം ഉന്തുകയും തള്ളുകയും അസഭ്യം പറയുകയും ചെയ്തു. മറ്റു കോൺഗ്രസ് നേതാക്കൾ ഇവരെ തടയാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രദീപ് ഷഹരിയാറിനെ തള്ളി നിലത്തു വീഴ്ത്തി. ഈ സമയം പാർട്ടി വക്താക്കളായ പീയൂഷ് ബാബ്ലി, അവനീഷ് ബുദ്ലെ എന്നിവർ ഇരുവരെയും പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നവംബർ 17 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയാണ് BJP അധികാരത്തിലെത്തിയത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.